എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇപ്പോൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ബട്ടർ ചിക്കൻ ഉണ്ടെങ്കിൽ ചപ്പാത്തി, പൊറോട്ട, നാൻ, പിന്നെ പ്ലെയിൻ റൈസ് ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാനായിട്ട് വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പത്തിൻ്റെ കൂടെയും കഴിക്കാനായിട്ട് നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം. അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തോളൂ. അപ്പോൾ നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടും. ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. ഞാനിവിടെ 1 kg ചിക്കൻ എടുത്തിട്ട് നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ നല്ല കട്ട തൈരാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇത് നന്നായിട്ടൊന്ന് അടിച്ചതിന് ശേഷം ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് ചേർക്കാനായിട്ട് പോകുന്നത് മുളക് പൊടിയാണ്. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുത്തതാണ്. ഇതൊരു 2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതുകൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ നന്നായിട്ടൊന്ന് കൈവച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് അരപ്പ് എത്തണം. ഇനി ഇതൊരു 30 മിനിറ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. അപ്പോഴേക്കും നമുക്ക് ബട്ടർ ചിക്കന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്കൊരു 5 മുതൽ 6 ടേബിൾ സ്പൂൺ വരെ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ഉരുകി വന്നതിന് ശേഷം ഒരു 3 മീഡിയം സൈസിലുള്ള സവാള അരിഞ്ഞതാണിത്. അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ഞാനിവിടെ 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ വേണ്ടത് ഒരു 25 കാഷ്യൂനട്ടാണ്. അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 4 മീഡിയം സൈസിലുള്ള തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുകൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ മല്ലിയില വേണമെങ്കിൽ അതുകൂടി ചേർത്തിട്ട് വഴറ്റിയെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ നമ്മുടെ ഗ്രേവിക്കുള്ള ഉള്ളിയും തക്കാളിയും റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. അപ്പോൾ അതിൽ ബാക്കി കുറച്ച് എണ്ണ കിടപ്പുണ്ട്. നമുക്കിനി അതിൽ വേണം ഇത് കറിയാക്കി എടുക്കാൻ. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം എല്ലാ ചിക്കൻ പീസസും ഒന്ന് നിരത്തി കൊടുക്കുക. അതിനുശേഷം ഒരു തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. നമ്മൾ ഈ ചിക്കൻ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. ഇനി ഒരു അടപ്പ് വെച്ചിട്ട് ഈ ചിക്കൻ ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 10-20 മിനിറ്റ് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും ചിക്കനിൽ നിന്ന് ധാരാളമായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി നോക്കുക. ഇളക്കിയതിന് ശേഷം ഇത് വീണ്ടും അടച്ചു വെച്ചിട്ട് വേവിക്കുക. ചിക്കൻ ഒരു 70% എങ്കിലും നന്നായിട്ട് കുക്കാവണം. ഇപ്പോൾ ചിക്കനിൽ നിന്ന് നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്ന് ചിക്കൻ ഏകദേശം ഒരു 50% എങ്കിലും ഒരു കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ വെള്ളം നമുക്ക് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ തീ നന്നായിട്ട് കൂട്ടി വെക്കുക. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ ചിക്കനിലെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഗ്രേവി തയ്യാറാക്കാം. നമ്മൾ ഗ്രേവിക്കായിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി, തക്കാളി ഫ്രൈ ചെയ്തത് ഒരു മിക്സിയുടെ ജാറിലിട്ട് വെള്ളം ഒഴിക്കാതെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഇത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന എണ്ണയാണ്. അപ്പോൾ അതിലേക്ക് ഞാനിവിടെ 2 ഏലക്കായ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബേ ലീഫ് കൂടെ ഇട്ട് കൊടുത്തു. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക്
നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മസാല കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇത് അത്യാവശ്യം റിച്ച് ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ കുറച്ചധികം എണ്ണയും ബട്ടറും ഒക്കെ നമ്മളിതിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഈ ഗ്രേവി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ പച്ചമണം ഓൾറെഡി നമ്മളിപ്പം മാറ്റിയതാണ്. അപ്പോൾ അധികം ഒത്തിരി അങ്ങ് നമ്മൾ ഇളക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രേവി നന്നായിട്ട് കുറുകി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാല എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് നമ്മുടെ മിക്സി ജാറ് ഒന്ന് കഴുകിയിട്ട് ആ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ചെറുതായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. ഫ്രഷായിട്ട് പൊടിച്ചെടുക്കുന്നതാണ് നല്ലത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കസൂരി മേത്തി ഒന്ന് കൈവച്ചിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇപ്പം നമ്മുടെ കറി നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ ഞാൻ ജീരകപ്പൊടി ഇതുവരെ ചേർത്തിട്ടില്ല. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജീരകപ്പൊടി ചേർക്കാം. മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ജീരകം വറുത്ത് പൊടിച്ചിട്ട് ഒരു നുള്ള് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഫ്രഷ് ക്രീമാണ്. അപ്പം ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഫ്രഷ് ക്രീം വാങ്ങാനില്ലെങ്കിൽ നിങ്ങൾ പാലിൻ്റെ പാട ഇരിപ്പുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഫ്രഷ് ക്രീം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ 1 നുള്ള് വറുത്ത് പൊടിച്ച ജീരകപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ജീരകമാണ്. അവസാനമായിട്ട് നമ്മളിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കണം. ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി, അത് റെക്കോർഡായില്ല. അപ്പോൾ അവസാനമായിട്ട് നമ്മൾ കെച്ചപ്പ് കൂടി ചേർത്ത് കൊടുക്കേണ്ടതാണ്. അതൊരു പ്രത്യേക സ്വാദ് തന്നെ നമ്മുടെ ബട്ടർ ചിക്കന് കൊടുക്കും. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ ചിക്കൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും നാനിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ ചിക്കൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നിങ്ങളെല്ലാവരും കണ്ടു കാണുമല്ലോ. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.